മുസ്താഖ് തെങ്ങിലാണ്. എൻ്റെ ഒരു ഫീൽഡ് എല്ലാവർക്കും അങ്ങനെ അറിയില്ല. എൻ്റെ നാട്ടുകാർക്കും എൻ്റെ അടുത്ത പ്രദേശത്തുള്ള നാട്ടുകാർക്കൊക്കെ അറിയാം ഞാൻ വീടുകൾക്ക് പ്ലാൻ തയ്യാറാക്കുന്ന ആളാണെന്നും വീടുകൾക്ക് കുറ്റിയടിക്കാൻ പോകുന്ന ആളാണെന്നും അതുപോലെ തന്നെ കിണറുകൾക്ക് സ്ഥാനം കാണാൻ പോകുന്ന ആളാണെന്നൊക്കെ അറിയാം. പക്ഷേ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ കിണറിന് സ്ഥാനം കാണുന്നത് എന്ന്. അതാണ്, അങ്ങനെ സംശയമുള്ളവർക്കാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇന്നത്തെ വീഡിയോക്ക് പ്രത്യേകം ഞാൻ പല ഭാഗങ്ങളിലും പോയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. നമുക്ക് സാധാരണ കുറ്റിയടിക്കാൻ കിണറിന് സ്ഥാനം കാണാൻ പോകുമ്പോഴൊന്നും അവിടുന്ന് വീഡിയോ എടുക്കലൊന്നും അത്ര ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ അടുത്ത പ്രദേശത്തെ എൻ്റെ സുഹൃത്തുക്കളുടെ പറമ്പിലൊക്കെ പോകുമ്പോൾ ഞാൻ ഈ ലക്ഷ്യം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, വീഡിയോ എടുക്കാറുണ്ട്. അങ്ങനെ പല ഭാഗത്തുനിന്ന് എടുത്ത് വീഡിയോ കൂട്ടിച്ചേർത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ സ്ഥാനം കാണാൻ പോകുന്നത് എന്നാണ് നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ കിണറിന് സ്ഥാനം കാണുന്നത് ഇതേപോലുള്ള ഒരു പെൻഡുലം എന്ന് പറയും. ഇതും ഇതുപോലുള്ള 2 റാഡും ഉപയോഗിച്ചിട്ടാണ് ഞാൻ കിണറിന് സ്ഥാനം കാണുന്നത്. ഓക്കെ, മറ്റു വീഡിയോയിലേക്ക് വരാം. ഒരു പ്ലോട്ടിൽ കിണറിന് സ്ഥാനം കാണാൻ വേണ്ടി എത്തിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് അവിടെ എവിടെയൊക്കെയാണ് വാസ്തുശാസ്ത്രപരമായി കിണറിന് സ്ഥാനമുള്ളത് എന്നൊന്ന് അടയാളപ്പെടുത്തി വെക്കും. ഇതേപോലെ അടയാളപ്പെടുത്തി വെച്ചതാണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെ ഒരു 10 സെൻറ്റ് 15 സെൻറ്റ് സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒന്നിലധികം സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ സ്ഥാനങ്ങളുണ്ടാവും. അതേപോലെ ഒരു വലിയ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ കൂടുതൽ 10 സ്ഥലം 15 സ്ഥലം ഒക്കെ ഇങ്ങനെ ഈ 15 സ്ഥലത്തൊക്കെ ചിലപ്പം ഈ കിണറിന് സ്ഥാനങ്ങളുണ്ടാവും. ഈ സ്ഥാനങ്ങൾ രേഖപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ഇതുപോലെ കോപ്പർ റാഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടെയൊക്കെ ഏതിലൊക്കെയാണ് വെള്ളത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ കാണിക്കുന്നത് നോക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ അടയാളപ്പെടുത്തിയ സ്ഥലത്ത് നമ്മൾ കോപ്പർ റാഡ് വെച്ചിട്ട് പരിശോധിക്കുകയാണ്. അവിടെ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ നോക്കണം. അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഈ 2 കോപ്പർ റാഡുകൾ തമ്മിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരും. നമ്മളത് തിരിക്കാനും മറിക്കാനൊന്നും പോകുന്നില്ല, 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെ ക്രോസായി വരും നോക്കുക. അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ സാന്നിധ്യം കോപ്പർ റാഡിൽ കാണിക്കുന്ന ക്രോസായി നിന്ന് ഇതാ മറ്റൊരു സ്ഥലത്ത് നോക്കുന്നു. വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് ക്രോസ് ആയിട്ട് വരും. ക്രോസ് ആയിട്ട് വന്നു കണ്ട. ഇനി മറ്റു സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ ക്രോസ് ആവുന്നില്ല അവിടെ, അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം കാണിക്കുന്നില്ല. ഓക്കെ, ഇനി നമ്മുടെ പെൻഡിൽ ഉപയോഗിച്ചിട്ട് അവിടെ ഈ അടയാളപ്പെടുത്തിയ സ്ഥലത്തൊക്കെ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടോ നോക്കുകയാണ്. പെൻഡിൽ ഇത് നമ്മുടെ ഗുരുക്കന്മാരുടെ നിർദ്ദേശപ്രകാരം 4 ലോഹങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് ഇതുണ്ടാക്കിച്ചതാണ്. അതിൻ്റെ ഷേപ്പും അതിൻ്റെ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളൊക്കെ അതിൻ്റെ ക്രമമായിട്ട് വരുമ്പോഴാണ് അത് വർക്കാവുന്നത്. അതിൻ്റെ മേലെ ഒരു ചെയിനും ഉണ്ട്. അത് സാധാരണ നമ്മുടെ ഫാൻസി കടകളൊക്കെ കിട്ടുന്ന കളർ മുക്കിയ ചെയിനാണ്. അത് നൂല് വേണമെങ്കിലും ഉപയോഗിക്കാം, ചരട് വേണമെങ്കിലും ഉപയോഗിക്കാം. അതൊന്നും ഇതിൽ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ അടിയിലുള്ള പെൻഡുലാണ് ഇത് വെള്ളത്തിൻ്റെ സാന്നിധ്യം നോക്കുന്നതിന് സഹായിക്കുന്നത്. ഇതിവിടെ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് കിടന്ന് റൊട്ടേറ്റ് ആവും. വളരെ അടുത്തൊക്കെയാണ് വെള്ളം വെച്ചെങ്കിൽ അത് നല്ലോണം കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. അതല്ല കുറച്ച് കൂടുതൽ കോലുകൾ താന്നിട്ടൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് അത് വർക്കാവുള്ളൂ. നമുക്ക് ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാലും മതി. കോപ്പർ റാഡോ അല്ലെങ്കിൽ പെൻഡുലമോ ഏതെങ്കിലും ഉപയോഗിച്ചാലും വെള്ളത്തിൻ്റെ സാന്നിധ്യം അറിയാൻ കഴിയും. പക്ഷേ നമ്മുടെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് 2ഉം ഉപയോഗിക്കുന്നത്. നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി 2 ഉപയോഗിക്കാമെന്ന് മാത്രം. അവിടെ റൊട്ടേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അവിടെ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നന്നായി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ സ്ഥാനം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് 2-3 സ്ഥലങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, വെള്ളമുള്ള സ്ഥലങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരുടെ ചോയ്സാണ്. അവർക്ക് എവിടെയാണ് കൂടുതൽ ഉപയോഗിക്കാൻ സൗകര്യം എന്ന് വെച്ചാൽ അവിടെയാണ് നമ്മൾ കുറ്റിയടിച്ച് കൊടുക്കാറ്. പിന്നെ നമ്മൾ വീഡിയോ നീണ്ടു പോകണ്ട എന്ന് കരുതി നമ്മൾ എല്ലാ ഭാഗത്ത് നോക്കുന്നതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കോപ്പർ റാഡ് ഉപയോഗിച്ച് വർക്ക് ചെയ്യാത്ത ഒരു സ്ഥലത്താണ് നോക്കിയിരിക്കുന്നത്. അതവിടെ ഈ ചെയിനും വർക്കാവുന്നില്ല. നമ്മളത് ചെയിൻ സാധാരണ തൂക്കി പിടിക്കുന്ന പോലെ കയ്യനങ്ങാതെ തൂക്കി പിടിക്കുന്നുള്ളൂ. വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. വെള്ളം ഉണ്ടെങ്കിൽ അവിടെ റൊട്ടേറ്റ് ആകുമ്പോൾ വെള്ളം കാണിക്കുന്നില്ല. അവിടെ കോപ്പർ റാഡും കാണിച്ചിട്ടില്ല. ഇത് മറ്റൊരു പ്ലോട്ടിൽ പോയതാണ്.
എന്തായാലും നമ്മൾ ഈ കോപ്പറാട് ഉപയോഗിക്കുന്നതും പെൻഡുലം ഉപയോഗിക്കുന്നതും വാസ്തുശാസ്ത്രത്തിൽ പെട്ടതല്ല കേട്ടോ. ഈ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ വാസസ്ഥലത്തിൻ്റെ ശാസ്ത്രമാണ്. അപ്പോൾ അവിടെ ഇതൊന്നും ഈ നോക്കുന്ന വാസ്തുവല്ല, അത് നമ്മൾ വെള്ളമുണ്ടോ എന്ന് പരിശോധിക്കുക എന്ന് മാത്രം. പിന്നെ വാസ്തുശാസ്ത്രപരമായിട്ടും കൂടുതലൊന്നും പറയുന്നില്ല, കാരണം അതിൽ വിശ്വസിക്കുന്നവരുണ്ടാവും, വിശ്വസിക്കാത്തവരും ഉണ്ടാവാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വേറെ വീഡിയോ വരുന്നുണ്ട്. വാസ്തുശാസ്ത്രവും ഇസ്ലാമിലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നൊക്കെ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വിശദമായൊരു വീഡിയോ പിന്നീട് വരുന്നുണ്ട്. ഈ സ്ഥലത്ത് നമ്മൾ കോപ്പറാട് വെച്ച് ഉപയോഗിച്ചപ്പോഴും അവിടെ ക്രോസായി നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പെൻഡുലം നന്നായി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കണ്ടിരിക്കുന്നത് നമ്മൾ ഈ രണ്ടും വെച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് സ്ഥാനം കണ്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ എല്ലാ കിണറ്റിലും വെള്ളം കണ്ടിട്ടുണ്ട്, ഒന്നും പരാജയപ്പെട്ടിട്ടില്ല. കേരളത്തിൻ്റെ പല ഭാഗത്തും പല രീതിയിലും സ്ഥാനം കാണുന്നവരുണ്ട്. കുരുത്തോല ഉപയോഗിച്ചിട്ട്, മരക്കമ്പ് ഉപയോഗിച്ചിട്ട്, വെള്ളമുള്ള തേങ്ങ ഉപയോഗിച്ചിട്ട്, വെള്ളം നിറച്ച കുടം ഉപയോഗിച്ചിട്ട്, സ്വർണ്ണച്ചെയിൻ ഉപയോഗിച്ചിട്ടൊക്കെ നോക്കുന്നുണ്ട്. ഇതിലൊക്കെ അതിൻ്റെതായ ശാസ്ത്രീയ വശങ്ങളുണ്ട്, അതൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ ഈ കാണിച്ച കിണറുകളൊക്കെ നമ്മൾ സ്ഥാനം കണ്ടിട്ടുള്ള കിണറുകളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.